ഭാരതത്തെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന മോദി സർക്കാരിന്റെ വിപ്ലവകരമായ എത്തനോൾ ബ്ലെൻഡിംഗ് പദ്ധതിയിലൂടെ വൻ നേട്ടം എന്നതാണ് വാർത്ത. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറച്ചതിലൂടെ ഭാരതത്തിന് 1.9 ലക്ഷം കോടി രൂപയുടെ വിദേശ നാണ്യമാണ് ലാഭിക്കാൻ സാധിച്ചത്. വിദേശ ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ഏറ്റവും പ്രധാനമായി ലക്ഷ്യമിടുന്നതും. ഒപ്പം നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവും ഇതിന്റെ ലക്ഷ്യമാണ്. ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വന്തം നിലയിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷം മാത്രം ഇതിനെ എതിർക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്നേ പറയാനുള്ളൂ. വാർത്തയിലേക്ക്. ആത്മനിർഭർ ഭാരത് എന്ന വീക്ഷണത്തിന് കരുത്തേക്കിക്കൊണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നടപ്പിലാക്കിയ എഥനോൾ ബ്ലെൻഡിംഗ് പദ്ധതി ചരിത്ര വിജയം കൈവരിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി വൻതോതിൽ വെട്ടിക്കുറച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഭദ്രമാക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. പദ്ധതിയിലൂടെ 310 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയാണ് ഭാരതം കുറച്ചത്. ഇതിലൂടെ 1.9 ലക്ഷം കോടി രൂപയുടെ വിദേശ നാണയം ഖജനാവിലേക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. ഒപ്പം 93 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് വിസർജനം തടയാനായത് ഹരിതഭാരതം എന്ന സ്വപ്നത്തിന് വലിയ തിളക്കമേകുന്നു. പെട്രോളിൽ എഥനോൾ ചേർത്ത് വിതരണം ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ സുരക്ഷയും എഞ്ചിൻ കാര്യക്ഷമതയും പൂർണ്ണമായും ഉറപ്പുവരുത്താൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൃത്യമായ ഗുണനിലവാര പരിശോധനകൾ നടത്തുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ് വാഹനപ്രേമികൾക്കും പൊതുജനങ്ങൾക്കും പൂർണ്ണ വിശ്വാസ്യത നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഓരോ നടപടിയും. അസംസ്കൃത എണ്ണയ്ക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എഥനോൾ ഉൽപാദനത്തിലൂടെ രാജ്യത്തെ കർഷകർക്ക് 10,000 കോടി രൂപ നേരിട്ട് നൽകാൻ സാധിച്ചു എന്നതും മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ തെളിവാണ്. ജനം, ഡൽഹി.